നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇസ്താംബൂൾ എന്ന് പറഞ്ഞ ലിവർപൂൾ അത്രയും പ്രിയപ്പെട്ട നഗരമാണ്. പക്ഷെ അവിടെ ഇതാ തുടർച്ചയായ രണ്ടാം വട്ടം ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് അവർ ഗലറ്റസറായിയോട് വീണിരിക്കുന്നു. അറിയാലോ, 2005 ലിവർപൂളിൻ്റെ ഐതിഹാസികമായിട്ടുള്ള UCL വിജയം. ആ വിജയത്തിൻ്റെ നഗരമാണ് ഇസ്താംബൂൾ. ആ ഇസ്താംബൂളാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നത്. തുടർച്ചയായ രണ്ടാം വട്ടം ഈ സീസണിൽ അവർ 1-0 ഗലറ്റസറായിയോട് തോറ്റിരിക്കുന്നു. നേരത്തെ ലീഗ് ഘട്ടത്തിൽ ഇതേ നഗരത്തിൽ വന്ന് ഗലറ്റസറായുമായിട്ട് ഏറ്റുമുട്ടി. അന്ന് പെനാൽറ്റിയിൽ തീരുമാനമായ കളി ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ തോൽവിയാണെന്ന് അവർക്കുണ്ടായിരുന്നത്. അതിതാ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. മത്സരത്തിൽ ലെബിനെയാണ് 7ാമത്തെ മിനിറ്റിൽ ഗലറ്റസറായിയുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. ലിവർപൂളിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എക്കിറ്റിക്കയും മോസലയും ഫ്ലോറിൻ വേർഡ്സും സബോസ്ലായും ഒക്കെ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് വിക്ടർ ഓസിംഹൻ, ലാങ്, സഴ, ഇൽമാസ് എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഗലറ്റസറായിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 7ാമത്തെ മിനിറ്റിൽ തന്നെ കളി തീരുമാനമായ ഗോൾ പിറന്നിരുന്നു. ലെബിന ഗലറ്റസറായിയെ മുന്നിലെത്തിച്ചു. എന്നാൽ ലിവർപൂളിന് നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. അത് ഗോളാക്കി മാറ്റാൻ കഴിയാതെ വന്നതോടെ ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയം ഗലറ്റസറായിക്ക് സ്വന്തമായി. ഇനി രണ്ടാം പാദം ആൻഫീൽഡിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തീർച്ചയായിട്ടും വിക്ടർ ഓസിംഹൻ്റെ കാര്യം എടുത്തു പറയണം. ഓസിംഹൻ കണ്ണീരണിയുന്ന കാഴ്ച ആ ടിഫോ ഇങ്ങനെ കാണിക്കുമ്പോൾ, ആ ടിഫോയിൽ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ അമ്മയെ കാണിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടിഫോ ആയിരുന്നു അത്. അത് കണ്ട് വികാരാധീനനായിട്ട് കണ്ണു തുടക്കുന്ന വിക്ടർ ഓസിംഹൻ്റെ ചിത്രം അത് ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും മനസ്സിൽ പതിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഫുട്ബോൾ എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചേർന്നതാണ്. അതാണ് ഈ കളിയെ മനോഹരമാക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.